ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് അമീൻ സാറാണ്. 9ാം ക്ലാസ്സിലെ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. കഴിയുമെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മക്കൾ കാണാം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കാരണം ഒന്നുമല്ല, 9ാം ക്ലാസ്സിലെ ബുക്ക് മാറ്റം തന്നെയാണ്. സിലബസ് മാറി ഒരുപാട് ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ട്, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലും മാർക്ക് കിട്ടുക ഒന്ന് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയിലൊക്കെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് ഓരോ ചാപ്റ്ററുകളൊക്കെ. ഇപ്പോൾ ജോഗ്രഫിയിലാണെങ്കിൽ 36ഓളം പേജുകൾ പഠിക്കാനുണ്ട്, ഹിസ്റ്ററിയിലാണെങ്കിൽ 24-25ഓളം പേജുകൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ മാത്രം പഠിക്കാനുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. ഏകദേശം സെപ്റ്റംബറിലാണ് എക്സാമിനേഷൻ വരുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്ററിൻ്റെ ഒരു പകുതി വരെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളെ ഓണ എക്സാമിന്. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളും അത്രത്തോളം ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. മക്കളെ, 9ാം ക്ലാസ്സിലെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 10ാം ക്ലാസ്സിൽ നല്ല ക്ലാസ്സിൽ എത്തണമെങ്കിലോ നല്ല ക്ലാസ്സിലെത്തി നന്നായിട്ട് മാർക്ക് വാങ്ങൽ ഈ 9ാം ക്ലാസ് തന്നെ പിടിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേറൊരു പ്രതിസന്ധി വരാൻ പോകുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പോൾ തന്നെ ആക്കിയിട്ടുണ്ടാവും. കലോത്സവത്തിൻ്റെ ഗ്രൂപ്പുകൾ, സ്പോർട്സിൻ്റെ ഗ്രൂപ്പുകൾ, ശാസ്ത്രമേളന ഗ്രൂപ്പുകൾ, അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്താണ് ഏറ്റവും വലിയ ടഫായിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് പഠിച്ചു തരേണ്ടത്. മക്കളെ, ഒരൊറ്റ കാര്യം ഇപ്പം തന്നെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെപ്റ്റംബറിലേക്ക് കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മക്കൾ നല്ല രീതിയിൽ ടഫാവും, നിങ്ങൾക്ക് പഠിക്കാൻ ചാൻസ് കഴിയില്ല. നിങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ ഒരുപാട് മക്കൾ നിങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ട്, സാറേ ഈ ചാപ്റ്റർ നേരത്തെ എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. സ്കൂളിലത്തതും അതേപോലെ നിഞ്ച ബാച്ചിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് നിഞ്ച ബാച്ചിൻ്റെ പ്രാധാന്യം. മക്കളെ, നിങ്ങൾക്കറിയാം നമ്മൾ നിഞ്ച ബാച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാൻ കഴിയില്ലെങ്കിൽ മക്കളെ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് തരാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രത്യേകിച്ച് ജോഗ്രഫിയിലൊക്കെ നോക്കുകയാണെങ്കിൽ 36 പേജുള്ളത് ഫൈസൽ സാർ ചെയ്തിരിക്കുന്നത് ഒരു മൈൻഡ് മാപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മാപ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്ററിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ എന്താണോ വേണ്ടത് അത് ഒരൊറ്റ A4 ഷോർട്ട് നോട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് മാത്രം പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിഞ്ച ബാച്ചിലെ മക്കൾക്ക് ഉറപ്പാണ് ആ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളത്. സോ മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഇനി നമ്മളെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, ഉണ്ടാവില്ല, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സുഹൃത്തിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. കാരണം 9ാം ക്ലാസ്സിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ബാച്ച് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നിഞ്ച ബാച്ചാണ്. അത്രത്തോളം കുട്ടികൾ വരാൻ കാരണം തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. മാത്രമല്ല അടിപൊളി ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഒരു ചാപ്റ്ററിനെ അഥവാ നിങ്ങൾക്കറിയാം ഇപ്പം പുതിയ ബുക്കായതുകൊണ്ട് തന്നെ എന്തില്ല, ക്വസ്റ്റ്യൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും നല്ല രീതിയിൽ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. മക്കളെ, ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ നമ്പർ കാണാം, ആ നമ്പറിലേക്ക് പെട്ടെന്ന് വിളിക്കുക. നമുക്ക് അവിടെ വെച്ച് കാണാം, നമുക്ക് ഒരുമിച്ച് നമുക്ക് അവിടെ പഠിക്കാം.